ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വെർമസല്ലി കൊണ്ടുള്ളൊരു കിടിലൻ ഐറ്റം കേട്ടോ. അപ്പോൾ ഇതിനായാലും മറ്റെന്ത് വിശേഷ അവസരങ്ങൾക്കും വെറുതെ തന്നെ ആയാലും ഒരു വിശേഷം ഇല്ലെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇവിടെ ആദ്യം ഞാൻ ഒരു 1/2 ലിറ്റർ പാല് ചൂടാക്കാൻ വേണ്ടി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 4 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിനി ഫ്ലെയിം ഓൺ ചെയ്യാം. അപ്പം തിളയ്ക്കുന്നതിന് മുമ്പ് നമുക്കിത് കുറച്ച് ഇതിനകത്തുനിന്ന് എടുത്ത് മാറ്റണം. നമുക്ക് കസ്റ്റാർഡ് പൗഡർ കലക്കാനും വേണ്ടിയാണേ. ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. അത് പാല് ചേർത്ത് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് ഒരു 250 ml അളവിലും കൂടെ പാല് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ചൂടാക്കി എടുക്കാം. അപ്പോൾ തിള വരുന്നതിന് മുമ്പ് വേണം നമുക്ക് കസ്റ്റാർഡ് പൗഡർ കലക്കി വെച്ചത് ചേർത്ത് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ തിള വന്നു കഴിഞ്ഞ് കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുമ്പം ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. എനിക്കങ്ങനെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തിള വരുന്നതിന് മുമ്പായിട്ട് നമുക്കിത് കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്യാം. പാലിവിടെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കലക്കി വെച്ച കസ്റ്റാർഡ് പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്കിത് അരിച്ചെടുക്കുകയോ അതേപോലെ തന്നെ മിക്സിയിൽ അടിച്ച് എടുക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇത് നന്നായിട്ട് പാലുമായിട്ട് നന്നായിട്ട് അലിഞ്ഞ് ചേർന്നോളും. അപ്പോൾ കസ്റ്റർഡ് പൗഡർ കുറച്ച് ആ പാത്രത്തിൽ ഇരിപ്പുണ്ടായിരുന്നു. അതും കൂടെ ഞാൻ പാലിൽ കലക്കി അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. അതേപോലെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഈ കലക്കി വെച്ചിരിക്കുന്ന പൗഡർ ആഡ് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് ഇനി ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വെർമസല്ലിയാണ്. അത് ഞാൻ നെയ്ക്കകത്ത് നല്ല ബ്രൗൺ കളർ ആകത്തക്ക രീതിയിൽ വറുത്തെടുത്തതാണ്. ഇതൊരു 100 ഗ്രാമേ ഉള്ളൂ കേട്ടോ. 100 ഗ്രാം അളവിലാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് കറക്റ്റ് പരുവത്തിന് നമുക്ക് വേവിച്ചെടുക്കാം. വേവിക്കുന്ന സമയത്ത് വെന്ത് കലങ്ങാതെ നോക്കിക്കണം. വെന്ത് കലങ്ങി കഴിഞ്ഞാൽ ആ ടേസ്റ്റേ തന്നെ മാറും. നമ്മൾ മാവൊക്കെ കുറുക്കി വെക്കുന്ന പോലെ ആ ഒരു ടേസ്റ്റാണ് കിട്ടുന്നത്. എന്നിട്ട് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ സേമിയ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാനിതിലേക്ക് ചവ്വരി ചേർത്ത് കൊടുക്കുകയാണ്. ചവ്വരി ഒരു 2 ടീസ്പൂൺ ചവ്വരി ഞാൻ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. അതാണ് ഇപ്പം ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. അപ്പോൾ സേമിയ നന്നായിട്ട് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കാം. ഇനി സേമിയ വെന്ത് പോകരുത്. വെന്ത് പോയി കഴിഞ്ഞാൽ കലങ്ങി ഞാൻ പറഞ്ഞില്ലേ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഫ്രഷ് ക്രീമാണ്. വളരെ കുറച്ച് അളവിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് തികച്ചും ഓപ്ഷണലാണ്. കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കാം. അതിനുശേഷം ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. അത് മസ്റ്റായിട്ടും ചേർക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. കാരണം അതാണ് നമ്മുടെ ഡ്രിങ്കിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഈ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പം വേറൊരു ഫ്ലേവറാണ് നമ്മുടെ സേമിയയ്ക്ക്. അപ്പം ഇത് മസ്റ്റായിട്ടും ചേർക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. 2 വലിയ സ്പൂൺ അളവിലാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. നേരത്തെ നമ്മൾ പഞ്ചസാര ചേർത്തിട്ടുണ്ട് മധുരത്തിന് വേണ്ടി. അപ്പം ഈ 2 സ്പൂണും കൂടെ ആകുമ്പം കറക്റ്റ് മധുരമാണ്. കൂടുതലുമല്ല കുറവുമല്ല. ഇത് മധുരം കറക്റ്റാണ് കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് ഇത് തണുക്കാൻ വെക്കാം. തണുക്കാൻ മാറ്റി വെക്കുമ്പോഴും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം പാട കിട്ടും. പാട കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് കുടിക്കാനൊരു സുഖം കാണത്തില്ല അല്ലേ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ സേമിയ കാച്ചിയത് ഒരുവിധം ആറിയിട്ടുണ്ട്. ഞാനത് ഒരു ട്രെയിലോട്ട് മാറ്റിയാണ്. ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഇത് 8 പേർക്ക് കഴിക്കാനുള്ള അളവിലാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഒരു 3/4 ലിറ്റർ പാല് കൊണ്ട് 8 പേർക്ക് സുഖമായിട്ട് കഴിക്കാം കേട്ടോ. ഇനി നമുക്ക് കയ്യിലുള്ളതുപോലെ ഫ്രൂട്ട്സോ നട്ട്സോ എന്ത് വേണേലും ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കറുത്ത മുന്തിരിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് 2ആയിട്ട് പിളന്നതിന് ശേഷമാണ് ഇട്ട് കൊടുത്തത്. കഴിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ഈ 2ആയിട്ട് പിളന്ന് ഞാൻ ഇട്ട് കൊടുത്തത്. ഇതിന് ശേഷം ഞാൻ കുറച്ച് ആപ്പിളും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അതും ചെറുതായിട്ട് നുറുക്കിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് കഴിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ചെറുതായിട്ടൊന്ന് അരിഞ്ഞാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് പിസ്തയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കയ്യിലുള്ള ഫ്രൂട്ട്സോ നട്ട്സോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ചൂട് സമയത്ത് നോമ്പിനായാലും അതേപോലെ ഇതിനായാലും ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നല്ല ചൂടല്ലേ. ഈ നല്ല ചൂട് സമയത്ത് ഇതേപോലെ കുറച്ച് തണുത്ത ഒക്കെ കഴിക്കുമ്പം നമ്മുടെ ശരീരം ഒന്ന് തണുത്ത് ഒന്ന് ഉഷാറാകും. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് തണുക്കാൻ ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നന്നായിട്ട് തണുക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു പോവില്ല കേട്ടോ. എന്നാൽ ഓക്കെ, താങ്ക് യു.